ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ ഞാൻ ഫുള്ള് ബാലി എത്തുന്ന വരേക്കുള്ള വീഡിയോസ്, എയർപോർട്ടൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ഞങ്ങൾ എത്തിയത് രാത്രിയായിരുന്നു. അപ്പോൾ പിന്നെ വിസ പ്രൊസീജിയേഴ്സും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡേ 1 സ്റ്റാർട്ട് ആക്കുവാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ സിമ്മൊക്കെ മേടിച്ചു, പിന്നെ ഇപ്പോൾ കാർ റെന്റിനൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഡേ ഉലുവാട്ടു ടെമ്പിളിൽ വെച്ചിട്ടാണ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് പോകുന്ന റൂട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 5 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്താനായി. ഉലുവാട്ടു ടെമ്പിൾ വൺ ഓഫ് ദി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് ഇവിടെ ബാലിയിൽ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കൂട്ടാ ബീച്ചിന്റെ അടുത്താണ്. അപ്പോൾ അവിടുന്ന് ഒരു മണിക്കൂറുണ്ട് ഈ ഉലുവാട്ടു ടെമ്പിളിലിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രാഫിക്, പക്ഷെ ബാലിയിൽ ഭയങ്കര ട്രാഫിക് ആണ്. എന്ന് പറഞ്ഞാൽ 2 വീലേഴ്സ് 4 വീലേഴ്സ് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര റഷാണ് ഇപ്പൊ ഈ ഒരു ഉച്ച ഇന്ന് സൺഡേ ആയാലും മൺഡേ ആയാലും അവർ പറയായിരുന്നു ഏതൊരു ദിവസമായാലും ബാലിയിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചിട്ട് തന്നെ എല്ലാവരും ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഇപ്പം തന്നെ കാണാം, നമുക്ക് ഭയങ്കര തിരക്കാണ്. ഈ ചെറിയ റോഡ്സിൽ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 വീലറൊന്നും എടുക്കാൻ പോയില്ല, ഞങ്ങൾ 4 വീലർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാരണം സേഫ്ലി നമുക്ക് എത്തണമല്ലോ എല്ലായിടത്തും, ടൈം എടുത്താലും സേഫ്ലി എത്തണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക 4 വീലർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉലുവാട്ടു ടെമ്പിളിലോട്ട് എത്താനായി. അപ്പോൾ ഞാൻ അവിടെ ചെന്നെത്തിയതിന് ശേഷം അവിടുത്തെ വീഡിയോസ് ഒക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെയൊക്കെ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുക. ഈ ഉലുവാട്ടു ടെമ്പിൾ ഉള്ളത് സൗത്ത് ബാലിയിലാണ്. അപ്പോൾ സൗത്ത് ബാലിയിൽ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉലുവാട്ടു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ബീച്ചസിലൊന്നും ഉച്ചയ്ക്ക് പോയിട്ട് ഭയങ്കര ടയേർഡാകും, അതുകൊണ്ടാണ് ഞങ്ങളൊരു ടൂറിസ്റ്റ് സ്പോട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നതിന് ഒരു മണിക്കൂറാണ് ഈ ഉലുവാട്ടു ടെമ്പിളിലോട്ട് പോകേണ്ട ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് കവർ ചെയ്തതിന് ശേഷം അവിടുന്ന് വരുന്ന സമയത്തുള്ള പ്ലേസസൊക്കെ ആ ഒരു ലൈനിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഡിസൈഡൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ ഫുൾ പ്ലാനൊന്നും, ഞങ്ങൾക്ക് അറിയാം ഏതൊക്കെ പ്ലേസസ് ആണ് ഈ ഒരു സൗത്ത് ബാലിയിൽ ഉള്ളത്, പക്ഷേ ഇങ്ങനെ പ്ലാൻ ചെയ്തില്ല. കാരണം നമുക്ക് എത്ര സമയം എടുക്കും, എത്ര ലൈൻ ഉണ്ടാവും, എത്ര തിരക്കുണ്ടാവും ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഓരോ സ്ഥലം വരുന്നതാണെങ്കിൽ നമുക്ക് കവർ ചെയ്തിട്ട് ഞങ്ങൾ ആ ഒരു എന്താ പറയുക സ്റ്റേ വരെ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് ബാലിയിൽ ഒരുപാട് ബീച്ചസ് ഉണ്ട്. എന്താ പറയുക കൂട്ടാ ബീച്ച്, സെമിനിയാക്ക്, അതുപോലെ പതങ് ബീച്ച്, നൂസാ ദുവ, ജിംബ്രാൻ ബീച്ച്, പിന്നെ എന്താ പറയുക സുലുബാൻ ബീച്ച്, കുറേ ബീച്ചസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ ഉച്ച സമയത്ത് ബീച്ചസിൽ പോയാൽ ഒരുപാട് ടയേർഡാവും. ഫസ്റ്റ് ഡേ തന്നെ ഈ ഉച്ചയ്ക്കത്തെ വെയിലിൽ ഭയങ്കര ടയേർഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഉലുവാട്ടു ടെമ്പിളിലോട്ട് പോകുന്നത്. ഉലുവാട്ടു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലിഫ് സൈഡാണ്, ഒരു ചെറിയൊരു അമ്പലം. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി വ്യൂവും കാണാൻ പറ്റും, നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സ്പോട്ട് ഫസ്റ്റ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാലിയിൽ വന്നിട്ട് ഞങ്ങൾ എന്താ പറയുക ആദ്യം കവർ ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം ഉലുവാട്ടു ടെമ്പിളാണ്. അപ്പോൾ ഉലുവാട്ടു ടെമ്പിളിലോട്ട് എത്താൻ വരും 5 കിലോമീറ്റേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഉലുവാട്ടു ടെമ്പിളിൽ വൈകിട്ടുള്ള ആ ഒരു സമയത്ത് 5:30 കഴിഞ്ഞതിന് ശേഷം ഒരു കേച്ചക് ഡാൻസ് ഉണ്ടാവും, കേച്ചക് ഡാൻസ് പെർഫോമൻസ്. അത് കൈൻഡ് ഓഫ് നമ്മുടെ രാമായണ അത് അവർ നമുക്ക് പ്രസൻറ്റ് ചെയ്യില്ല. അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറല്. അപ്പോൾ ഞങ്ങളത് നിൽക്കുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഞങ്ങൾ ഉലുവാട്ടു ടെമ്പിളിൻ്റെ എൻട്രൻസിലെത്തി. അപ്പം ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഉള്ളിലോട്ട് കയറും. അപ്പോൾ ഞങ്ങൾ ഉലുവാട്ടു ടെമ്പിളിലെത്തി. അപ്പോൾ ഉലുവാട്ടു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് അവർ നമ്മൾ ഇങ്ങനെ സെറോങ് പോലത്തെ ഒരു ക്ലോത്ത് നമ്മളോട് ഇങ്ങനെ കെട്ടാൻ പറയും. അപ്പോൾ അവർ കെട്ടിയൊക്കെ തന്നിട്ട് അത് ഇട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് പോകാൻ. അതല്ലാതെ നമുക്ക് ഉള്ളിൽ അവർ പെർമിഷൻ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടു, ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ്.
you. താങ്ക് യു. അപ്പോൾ ഇത് ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഡ്രോൺ അലൗഡ് അല്ല എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിലോട്ട് നടന്ന് പോവുകയാണ്. ഇപ്പോൾ അത് ആൾക്കാരൊക്കെ തിരിച്ചു വരികയാണ്. ഭയങ്കര ടയേർഡായിട്ടാണ് എല്ലാവരും വരുന്നത്. നമ്മളിപ്പോൾ എത്ര നടക്കാനുണ്ടെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ നല്ലൊരു ഫോറസ്റ്റ് സൈഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അറിയത്തില്ല ട്രെക്കിംഗ് ആണോ എന്താണെന്ന് അറിയത്തില്ല. ഫോട്ടോസ് കണ്ടത് അറിയവേ എനിക്കില്ലു. അപ്പോൾ നമുക്കിനി ഉള്ളിലോട്ട് പോയി നോക്കാം എന്താണ് ശരിക്കും ഉള്ളത്. ഒരു ക്ലിഫ് സൈഡ് ബീച്ചൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു, പക്ഷെ നല്ല സൺസെറ്റ് പോയിന്റാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഇവിടെ സറൗണ്ടൊക്കെ ചുറ്റിയിട്ട് എന്താ പറയുക ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന നമുക്ക് എന്തായാലും ഐ മീൻ എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടാകുമ്പോൾ അവരെ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന ആ ഒരു റൂളിനനുസരിച്ചിട്ട് എല്ലാവരും ആ സറൗണ്ടൊക്കെ ഇട്ട് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതൊരു ക്ലിഫ് സൈഡ് ഇങ്ങനെ ബീച്ച് സൈഡാണെന്ന്. അപ്പോൾ ഇതാണ് ബീച്ച്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുള്ള് വ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. യോ നല്ല അടിപൊളി ബീച്ചാണിത്. ബീച്ചിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലിലൊന്നും കാണുന്ന ആ ഒരു കളർ ഐ മീൻ ആ ഒരു കളറേ അല്ല. കാരണം പ്യോർ അക്വാ ബ്ലൂ കളർ, ഒരു നല്ലൊരു ഓഷ്യൻ ബ്ലൂ തന്നെയാണ്. നമ്മൾ ഈ ഐലൻഡിലൊക്കെ കാണുന്നില്ലേ ആ ഒരു ടൈപ്പ് ബ്ലൂ തന്നെയാണ്. നമ്മളൊന്നും ഈ ഒരു കളറേ അല്ല ഈ ബീച്ചിൻ്റെ. ശരിക്കും ക്യാമറയിലൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. ആ ഒരു ഡാർക്ക് ബ്ലൂ ആണ്. അടിപൊളിയാണ്. ഇതിൻ്റെ താഴെ വരെ എത്തണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് എവിടെയാ എന്താണെന്നൊന്നും അറിയില്ല. നോക്കട്ടെ, പറ്റുമെങ്കിൽ താഴെ വരെ പോവും, ബീച്ച് വരെ പോവും. അപ്പോൾ ഇവിടെ കേച്ചക് ഡാൻസിൻ്റെ ഷോ ഉണ്ട്. അത് എത്ര മണിക്കാണ്? 5:30 തോന്നുന്നു ഷോ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആ ലൈനാണ് ഇവിടെ ഫുള്ള് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ ഉലുവോട്ടു ടെമ്പിളിലോട്ടാണ് പോകുന്നത്. ഫുൾ ആൾക്കാർ കാണുന്നില്ലേ, അങ്ങ് ആ മുകളിലാണ് തോന്നുന്ന ടെമ്പിളില്ലത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റേജ് ഒക്കെ കയറിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഉലുവോട്ടു ടെമ്പിളിലോട്ട്. You compose and I will take photos. Well, you're actually going background? Okay, if you center yourself and press the bell, you can... Now they must see. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പിങ്സ് ആണ് ഉലുവോട്ടു ടെമ്പിൾ. ആ ടെമ്പിളിൻ്റെ അകത്ത് അങ്ങനെ പൂജയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാവരും പോകുന്നത്. അവിടെ എല്ലാവരും അങ്ങനെ പെർമിഷൻ ഇല്ല എല്ലാവർക്കും ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഫുള്ള് സൈഡ് കവർ ചെയ്തു. പിന്നെ അവിടുന്ന് ഞാൻ സംസാരിക്കഴിഞ്ഞത് അവിടെ ഫുള്ള് മങ്കീസാണ്. അവർ നമ്മളെ മൊബൈലിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഫുൾ മൊബൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളുടെ മൊബൈൽ സ്നാച്ച് ചെയ്ത് വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ സംസാരിക്കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഫുള്ള് കാണിച്ചില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ഉലുവോട്ടു ടെമ്പിൾ ഈ ഫുള്ള് ഞാൻ കാണിച്ചല്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഈ പോകുന്ന വഴിക്ക് തന്നെ ഗരുഡ വിഷ്ണുയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്, കൾച്ചറൽ പാർക്കാണത്. അപ്പോൾ അവിടേക്ക് പോകണോ അല്ല ബീച്ചിലോട്ട് പോകണോ എന്ന് അറിയില്ല. നോക്കാം, നമുക്ക് പോയിട്ട് കണ്ടിട്ട് അറിയാം. ഓക്കെ. ഇതൊന്നും ബാലിനീസ് ആൾക്കാരല്ല, ഇതെല്ലാം ടൂറിസ്റ്റാണ്. ഇതെല്ലാം വേറെ വേറെ കൺട്രീസിൽ നിന്ന് വന്നവരാണ്. എല്ലാവരും ഈ കേച്ചക് ഡാൻസ് കാണാൻ്റെ ആ ഒരു ലൈനിലോട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ആ കേച്ചക് ഡാൻസ്, അവർക്കൊക്കെ രാമായണം ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താണ് സംഭവം എന്നൊക്കെ കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഗരുഡ വിഷ്ണു കൾച്ചറൽ പാർക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇനി അവിടേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി ഗരുഡ വിഷ്ണു കൾച്ചറൽ പാർക്കിൻ്റെ ഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഈ പോകുന്ന റൂട്ടൊക്കെ എന്ത് ഭംഗിയല്ലേ, നല്ല അടിപൊളിയല്ലേ. കാരണം ഒരു ഒരു കൾച്ചറൽ പാർക്ക് ഇത്ര ബ്യൂട്ടിഫുള്ളി അവർ മെയിൻറ്റെയിൻ ചെയ്ത്, ഈ ഒരു ഫുൾ സ്ഥലം ഒരു ഗരുഡ വിഷ്ണുവിൻ്റെ സ്റ്റാച്യു പിന്നെ അതിൻ്റേതായ ഒരു കൾച്ചറൽ പാർക്ക് മാത്രമാണ്. അത് ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ആ മെയിനായിട്ടുള്ള റോഡ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാകുമ്പോൾ ഈ ഒരു കൾച്ചറൽ പാർക്ക് മാത്രമാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ ഈ വലിയ വലിയ ബസ്സസൊക്കെ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ്. അവർ വണ്ടി പാർക്ക് ചെയ്യാനാണ് പോകുന്നത്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലൂടെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് മുകളിൽ വരെ എത്തണം. അപ്പോൾ ടോപ്പ് വരെ എത്തിയിട്ട് ആ ഒരു സ്റ്റാച്യു, പിന്നെ അവിടുത്തെ ആ ഒരു ഫുള്ള് എന്താ പറയുക അതിൻ്റെ സറൗണ്ടിങ്സും, പിന്നെ ഇവിടെയും ഉണ്ട് കേച്ചക് ഡാൻസ്. ഇതാണ് ടിക്കറ്റ് എടുക്കേണ്ട ഒരു സ്ഥലം. നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് ആ മുകളിൽ വരെ കയറണേ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഇതായിപ്പോൾ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ബഗ്ഗി കാറും ഉണ്ട്. നമുക്ക് ഇപ്പോൾ നടക്കാൻ മടിയാണെങ്കിൽ ബഗ്ഗി കാറിൽ നമുക്ക് പോകാൻ പറ്റും. 20 minutes എടുക്കും അവരെ മുകളിൽ വരെ എത്താമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ വ്യൂ ഒക്കെ കണ്ട് നല്ല അടിപൊളി സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ എത്തുമ്പോഴത്തേക്ക് സമയം പോകുന്നൊന്നും അറിയത്തില്ല, അത്ര ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഉള്ളിൽ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് കെഫറ്റേരിയ ആണ്. ഇവിടെ ഫുഡ് കോർട്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6 o'clock ആവാറായി. അപ്പോൾ നമുക്കിപ്പോൾ കേച്ചക് ഡാൻസിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എടുത്ത ടിക്കറ്റിൽ കേച്ചക് ഡാൻസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാ ആൾക്കാർ ഈ തിരക്ക് കാണുന്നില്ല, ഇതൊക്കെ കേച്ചക് ഡാൻസിൻ്റെ തിരക്ക് തന്നെയാണ്. അപ്പോൾ ഈ കേച്ചക് ഡാൻസ് നമ്മുടെ രാമായണമാണ് അവർ കാണിക്കാൻ പോകുന്നത്. അതിൽ ഒരു മ്യൂസിക് ഇല്ല, ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല, അങ്ങനത്തെ ഒരു ഡാൻസ് ഫോമാണ് ഇത്. ഒരുപാട് ആൾക്കാരുണ്ടാവും. di mana kesaktiannya masing-masing diuji dengan bertempurnya dewamu Yama dengan Sagala. Sampai di mana sebenarnya kekuatan masing-masing. നമുക്ക് സൈഡിലൂടെ നമുക്കൊരു സ്റ്റാച്ചു കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗരുഡ വിഷ്ണുവിൻ്റെ സ്റ്റാച്ചു. ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റാച്ചു കാണാൻ പറ്റും. നമ്മളിപ്പോൾ കുറേ ദൂരമാണ്, നമുക്ക് ദൂരത്തുനിന്നേ കാണാൻ പറ്റും. അപ്പോൾ ഇത് എത്ര വലുതായിരിക്കും. ഈ ഒരു സൈഡിലോട്ട് ഇപ്പോൾ ആൾക്കാരില്ല, കാരണം എല്ലാവരും കേച്ചക് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പകുതി കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ എത്തുന്നതിന് മുമ്പേ നമുക്ക് കുറേ കൂടി നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സൺസെറ്റ് ടൈമാണ്. കുറേ നടന്നതിന് ശേഷം നമുക്ക് ഇനി സ്റ്റാച്ചു വരെ എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേച്ചക് ഡാൻസ് പകുതി കണ്ടല്ലോ, ഇനി നമുക്ക് ആ സ്റ്റാച്ചു കാണാം. കാരണം രാത്രി എത്തുമ്പോഴത്തേക്കും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ. ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് രാത്രിയായി. അപ്പോൾ ഇതാണ് സ്റ്റാച്ചു. എന്താ പറയുക, ഒരു ഫുള്ളായിട്ട് ഇപ്പോൾ സൺസെറ്റും ഭയങ്കര അടിപൊളി സ്ഥലമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. കാരണം ആരുമില്ല, ഞങ്ങൾ മാത്രം ഈ ഒരു രാത്രി ഈ ഒരു സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ്. ഇതിപ്പോൾ ദൂരെയാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മുമ്പിലോട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മൾ അടുത്തുനിന്ന് ഇങ്ങനെ താഴെന്ന് മുകളിലോട്ട് എടുക്കണം, അപ്പോൾ ഒന്നും കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കണ്ടു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് നമുക്ക് ആർട്ട് ഗാലറി, പിന്നെ മ്യൂസിയം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. ബാലിനീസ് ഡ്രസ്സസും പിന്നെ ബാലിനീസ് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് പോകുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാലിനീസ് അട്ടയേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ തൂക്കിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവർ നമ്മളുടെ ഫോട്ടോസൊക്കെ നമുക്കിപ്പോൾ ഡ്രസ്സ് റെൻറ്റിന് എടുത്തിട്ട് ഇവിടെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സെറ്റ്, ഇങ്ങനെ സിനിമ സെറ്റ് പോലത്തെ ഒരു സെറ്റാണിത്. ഇവിടെ ബാലിനീസ് പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു സെറ്റാണിത്.
അവിടെ നമ്മൾ ഇങ്ങനെ ബാലിനീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു സെറ്റാണ്. നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പോസസ് അവർ നമുക്ക് പറഞ്ഞു തരും. അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് അറ്റയർ ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണിത്. ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ട്രൈ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ മ്യൂസിയം ഒക്കെ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ പുറത്ത് വന്നിട്ട് കഫറ്റേരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കുട്ടി ഞങ്ങളുടെ ഡേ 1 ആണ് ബാലിയിലത്തെ. അപ്പോൾ ഇനിയില്ല അപ്കമിങ് വീഡിയോസൊക്കെ ബാലിയിലത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.